ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിലെ വാർത്താ മാധ്യമങ്ങളിലും, അതായത് ചില മുഖ്യധാര മാധ്യമങ്ങളിലും, സോഷ്യൽ മീഡിയയിലും, യൂട്യൂബിലും, ചില യൂട്യൂബ് ചാനലിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന അല്ലെങ്കിൽ ചർച്ചാ വിഷയമായ ഒരു കാര്യമായിരുന്നു റഷ്യ പാകിസ്ഥാന് ആയുധങ്ങൾ വിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത. അത് എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ അത് ആ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ആ വാർത്തകൾ ക്രെഡിബിൾ ആണോ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ, നമ്മൾ ഈ വാർത്തയോട് ബന്ധപ്പെട്ടല്ല ഞാൻ പറഞ്ഞത്, ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള, വളരെ ഫലപ്രദമായിട്ടും അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടും അതുപോലെ തന്നെ വളരെ വ്യാപകമായിട്ടുള്ള പ്രൊപ്പഗണ്ട മെഷീൻസ് അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട എന്ന് പറയുന്ന ഒരു സംവിധാനം പാകിസ്ഥാൻ, ചൈന, ടർക്കി ഈ മൂന്ന് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വളരെ കോർഡിനേറ്റഡ് ആയിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ എന്താ പറയുന്നത്, ഡീപ്പായിട്ട് തന്നെ, വളരെ ആഴത്തിൽ, വളരെ വ്യാപകമായിട്ട്, സിസ്റ്റമാറ്റിക്കായിട്ട്, വളരെ കോർഡിനേറ്റഡ് ആയിട്ട് ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള പ്രൊപ്പഗണ്ട എല്ലാ രീതികളിലും, നമ്മളെ ഏതെല്ലാം രീതിയിൽ അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയുമോ ആ മേഖലകളിലെല്ലാം ആ രീതി എല്ലാം പ്രയോഗിച്ചുകൊണ്ട്, അത് നമുക്കെതിരെ ഏതെല്ലാം ആയുധങ്ങൾ അവർക്ക് പുറത്തെടുക്കാൻ സാധിക്കുമോ, ഉപയോഗിക്കാൻ സാധിക്കുമോ, അങ്ങനെല്ലാം അവർ, ഈ മൂന്ന് രാജ്യങ്ങൾ പ്രത്യേകിച്ച്, സൈക്കോളജിക്കൽ വാറെന്നോ ഇൻഫർമേഷൻ വാറെന്നോ ഒക്കെ നമുക്ക് തന്നെ പറയാൻ പറ്റും. ഈ മൂന്ന് രാജ്യങ്ങൾ വളരെ കോർഡിനേറ്റഡ് ആയിട്ട്, ഇൻഡിവിജ്വലായിട്ടും അതുപോലെ തന്നെ കളക്റ്റീവായിട്ടും ഒക്കെ തന്നെ ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയെ ബാധിക്കുന്ന, പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള വാർത്തകളും അതുപോലെ തന്നെ പ്രൊപ്പഗണ്ട ഒക്കെ തന്നെ, ഇൻഫർമേഷൻ വാർ എന്നൊക്കെ പറയാം, സൈക്കോളജിക്കൽ വാർ എന്നൊക്കെ തന്നെ പറയാം. അത് യുദ്ധം ഉള്ള സമയത്തായാലും, അതായത് ഓപ്പറേഷൻ സിന്ധു നടക്കുന്ന സമയത്തായാലും, അതിന് മുമ്പായാലും, അതിനുശേഷം ഇപ്പോൾ പീസ്ഫുൾ ആയിട്ടുള്ള കാലഘട്ടത്തായാലും എല്ലാം തന്നെ ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ പരിപാടി അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇതിനകത്തിലൊക്കെ വളരെ, നമ്മളെക്കാളും വളരെ മിടുക്കന്മാരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിവുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു വാർത്തയും നമുക്ക് അങ്ങനെ ചിലപ്പോൾ ഒരു തലത്തിൽ നിന്നും മാനുഫാക്ചർ ചെയ്തായിരിക്കാം. പക്ഷേ ഇതിനകത്ത് ചില വാസ്തവങ്ങളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതായത് പാകിസ്ഥാനും ചൈനയും ചേർന്ന് ഒരുമിച്ച് ജോയിൻ്റായിട്ട് നിർമ്മിക്കുന്ന JF-17 തണ്ടർ എന്ന് പറയുന്ന, അതായത് ചൈനയിൽ അവർ FC-1 ഷിയോലോങ്, എന്തോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊണൗൺസിയേഷൻ. അപ്പം ഈ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ്, അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് ഏത് പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാലും അത്, ഇപ്പം മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഉൽപ്പന്നമായാലും, മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞൊരു ഉൽപ്പന്നമായാലും, അല്ല മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറഞ്ഞൊരു ഉൽപ്പന്നമായാലും ശരി, അത് പൂർണ്ണമായിട്ടും മെയ്ഡ് ഇൻ ജപ്പാനോ മെയ്ഡ് ഇൻ ഇന്ത്യ ഒന്നും ആയിരിക്കത്തില്ല. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആപ്പിളിൻ്റെ ഐഫോൺ നമ്മളെടുത്തു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അതിനകത്തിൽ ഒത്തിരി കമ്പോണൻസും പാർട്സും എന്താണ് പറയുക, ഒക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്, മെറ്റീരിയൽസ്. അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ ആയാൽ തന്നെ ഇല്ലേ, നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കമ്പോണൻസ്, പാർട്സ്, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ ഒരു രാജ്യത്ത് തന്നെ ആയിരിക്കത്തില്ല വരുന്നത്. അതായത് റോ മെറ്റീരിയൽ മുതൽ തുടങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഈ യുദ്ധം ഉപകരണങ്ങളുടെ കാര്യത്തിലും ഈ പറഞ്ഞൊരു കാര്യം വളരെ സ്- ഒരു യാഥാർത്ഥ്യം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം റഷ്യ ആയുധം നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും റഷ്യയിലായിരിക്കാം അതിൻ്റെ നിർമ്മാണമൊക്കെ തന്നെ. പക്ഷേ റഷ്യയുടെ ചില, ആ ഒരു സിസ്റ്റത്തിനകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. മറ്റ് പല കാര്യങ്ങളും ചിലപ്പം ജപ്പാനിൽ നിന്നോ തായ്വാനിൽ നിന്നോ സൗത്ത് കൊറിയയിൽ നിന്നോ ചൈനയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും ഇതിൻ്റെ പല, കാരണം ഒത്തിരി ഒത്തിരി ആയിരക്കണക്കിന് കമ്പോണൻസും നട്ടും ബോൾട്ടും സ്ക്രൂ ഉൾപ്പെടെ എല്ലാം ഇതിനകത്തിൽ കൂടിച്ചേരുന്നൊരു അവിടെയുള്ള ഒരു സിസ്റ്റമായി മാറുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഉൽപ്പന്നം, പ്രോഡക്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി ഇതിനകത്തിൽ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ പല രാജ്യത്തു നിന്നായിരിക്കും ഇത് പ്രൊക്യൂർ ചെയ്യേണ്ടി വരുന്നതാണ്.
കാരണം അത് ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒക്കെ ഒരു പ്രത്യേകതയാണ്. കാരണം ഒരു രാജ്യത്തിനെല്ലാം കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കത്തില്ല. പല കാര്യങ്ങളും ചില രാജ്യങ്ങളുടെയൊക്കെ ചില രാജ്യങ്ങൾക്കാർക്കും ചില രാജ്യങ്ങൾക്കാർക്കും ചില രാജ്യങ്ങൾക്ക് ആണ് ചില ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ചിലവ് കുറച്ച് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും ഈ ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന ആ ഒരു മേഖലയിലും ഇത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഇന്ത്യ റഷ്യയിൽ നിന്നൊരു ആയുധം വാങ്ങിക്കുന്നു, നമ്മൾ ചൈനയിൽ നിന്ന് ആയുധം വാങ്ങിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങിക്കുമ്പോൾ റഷ്യയുടെ ആയുധത്തിനകത്തിൽ ഉപയോഗിക്കുന്ന ചൈനയുടെ കമ്പോണൻസ് ഒക്കെ ആയിരിക്കും. ചൈനയുടെ ചൈനയിൽ ചൈനയിൽ ഉണ്ടാക്കുന്ന പാർട്സ് കമ്പോണൻസ് ഒക്കെ ആയിരിക്കാം നല്ലതാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒരുമിച്ച് നിർമ്മിക്കുന്ന ഈ JF-17 എന്നുള്ളത് അത് പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സ് എന്ന് പറയുന്ന അവരുടെ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL പോലെ പാകിസ്ഥാൻ്റെ PSC പാകിസ്ഥാൻ എയറോനോട്ടിക്കൽസ്, അതുപോലെ തന്നെ ചൈനയുടെ ഷെങ്ഡു എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ CS, ഈ രണ്ട് കോർപ്പറേഷൻസൂടെ ജോയിൻ്റായിട്ട് നിർമ്മിക്കുന്ന ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റാണ്, ജെറ്റാണ് ഈ പറഞ്ഞ JF-17 എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കമ്പോണൻസ് റഷ്യ, ചൈന, ഇറ്റലി, ടർക്കി, UK, ബ്രിട്ടൻ ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം പ്രൊക്യൂർ ചെയ്തിട്ടാണ് ഈ സാധനം അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വാർത്താ മാധ്യമ രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ മാധ്യമ ലോകത്ത് ഇത് നിറഞ്ഞു നിൽക്കുകയാണ്. യൂട്യൂബിലും ഒക്കെ തന്നെ പലരും മലയാളം ചാനൽ ഉൾപ്പെടെ വന്നിട്ട് പറഞ്ഞു പാകിസ്ഥാന് റഷ്യ ആയുധം കൊടുക്കാൻ പോവുകയാണ്, ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള പാളിച്ചകൾ സംഭവിച്ചു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വാർത്ത കേട്ട് ഇന്ത്യയുടെ ഭരണതലപ്പത്തും ഒക്കെ തന്നെ ഭരണരംഗത്തും ഒക്കെ തന്നെ ചില സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഫേക്കായിട്ടുള്ള ഈ പാകിസ്ഥാൻ, ടർക്കി, ചൈന ഞാൻ പറഞ്ഞ ആ പ്രൊപ്പഗണ്ട വാർ മെഷീനകത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടൊരു വാർത്തയായിരിക്കും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റഷ്യ പക്ഷേ ഒഫീഷ്യലായിട്ട് ഈ മീഡിയ റിപ്പോർട്ട് ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്ന് മാത്രമല്ല അത് റഷ്യ പറയുകയും ചെയ്തു റഷ്യക്ക് യാതൊരു പ്ലാനും ഇല്ല പാകിസ്ഥാന് ഈ പറഞ്ഞ JF-17 ജെറ്റ് എൻജിൻ കൊടുക്കാൻ യാതൊരു ഉദ്ദേശമില്ല. ജെറ്റ് എൻജിൻ പാകിസ്ഥാൻ റഷ്യയിൽ നിന്ന് ഇതിന് ലഭിക്കുവാൻ വേണ്ടി പാകിസ്ഥാനും ചൈനയ്ക്കും പ്രത്യേകിച്ച്, കാരണം പാകിസ്ഥാനാണ് പ്രത്യേകിച്ച് ഇത് ആവശ്യമുള്ളത്. കാരണം ഈ ജെറ്റുകൾ പാകിസ്ഥാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ജെറ്റിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ മേന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി റഷ്യയിൽ നിന്നുള്ള ജെറ്റ് എൻജിൻ അത്യാവശ്യമാണെന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മേഖലയിലും പൊളിറ്റിക്കൽ എന്താണ് പറയുന്നത് തലത്തിലൊക്കെ രാഷ്ട്രീയ തലത്തിലൊക്കെ തന്നെ ഇതൊരു ഡിബേറ്റ് ആയിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായിട്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന ഈ JF-17 പാകിസ്ഥാനാണ് ഇത് പറപ്പിക്കുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ചൈനയിലാണ്. പക്ഷേ റഷ്യയുടെ എൻജിൻ ഉപയോഗിച്ചിട്ടാണ് നേരത്തെ ഇത് റഷ്യയുടെ എൻജിനാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൊരു കാര്യം സത്യമാണ്. പക്ഷേ ഇപ്പോൾ ഇനിയും റഷ്യക്ക് ഈ എൻജിൻ കൊടുക്കാനുള്ള പ്ലാൻ ഇല്ല, പദ്ധതി ഇല്ലെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ റഷ്യ പാകിസ്ഥാനല്ല കൊടുത്തത്, ബെയ്ജിങ്ങിനാണ്, ചൈനയ്ക്കാണ് ഈ എൻജിൻ കൊടുത്തത്. കാരണം അവരാണ് ഈ പറഞ്ഞ എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്, അവരാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാൻ നേരിട്ടല്ല റഷ്യ ഈ ആയുധമല്ല ശരിക്കും പറഞ്ഞാൽ ജെറ്റ് എൻജിനാണ് തോന്നുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം റഷ്യ പാകിസ്ഥാനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ പറഞ്ഞ പ്രതിരോധ മേഖലയിലായാലും ശരി മറ്റേതെങ്കിലും മേഖലയിലായാലും ശരി പാകിസ്ഥാനായിട്ടുള്ള ബന്ധം പ്രത്യേകിച്ച് ആയുധ വ്യാപാരവുമായി ബന്ധപ്പെട്ട് മിലിറ്ററി എക്സസൈസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സെൻസിറ്റീവാണ്, വളരെ ക്രൂഷ്യലാണ്. കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് അതിനെ നിസ്സാരവൽക്കരിക്കാനോ അല്ലെങ്കിൽ ലളിതവൽക്കരിക്കാനോ സാധിക്കത്തില്ല. കാരണം ഇന്ത്യയുടെ മിലിറ്ററി ആയുധങ്ങൾ എക്യുപ്മെൻറ്റ്സ് എല്ലാം കൂടുതൽ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണെന്ന് നമുക്കറിയാം. MiG-29, സുഖോയ് 30 ഇതൊക്കെ തന്നെ റഷ്യയുടെയാണ്. അത് റഷ്യയുടെ എഞ്ചിനും ടെക്നോളജിയും ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവർ നമ്മൾ ടെക്നോളജി ചില കാര്യങ്ങളിലൊക്കെ ചില മേഖലകളിലൊക്കെ അവർ ടെക്നോളജി ട്രാൻസ്ഫറും ഉണ്ട്, നമ്മളത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏർപ്പാട് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചത് വലിയൊരു ആശങ്കാജനകമായിട്ടുള്ള അല്ലെങ്കിൽ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് സംശയമൊന്നുമില്ല.
പക്ഷെ റഷ്യ പറഞ്ഞിരിക്കുന്നു അങ്ങനെ റഷ്യക്ക് ഒരു പ്ലാനൊന്നുമില്ല പാകിസ്ഥാൻ ഈ ജെറ്റ് എഞ്ചിൻ കൊടുക്കുന്നത് നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ കൊടുക്കുന്നതിൽ റഷ്യക്ക് താല്പര്യമില്ല എന്നാണ് റഷ്യ പറയുന്നത്. അപ്പോൾ റഷ്യ അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. റഷ്യക്ക് യാതൊരു പദ്ധതിയില്ല അല്ലെങ്കിൽ ഒരു പ്ലാനും ഇല്ല അങ്ങനെ കൊടുക്കാൻ വേണ്ടി. അപ്പം ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം, ചൈന ഇത്രയൊക്കെ ഡെവലപ്ഡ് ആയിട്ടും എന്തുകൊണ്ട് ഇപ്പോഴും ഈ പാകിസ്ഥാന്റെ JF-17 പ്രോജക്റ്റിൽ റഷ്യയുടെ എഞ്ചിൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അല്ല, റഷ്യയുടെ എഞ്ചിൻ ഉപയോഗിക്കാൻ വേണ്ടി ചൈന ഇത്ര താല്പര്യം കാണിക്കുന്നത് എന്തിനാണ്? പാകിസ്ഥാന് വേണ്ടിയാണ് ഈ JF-17 അവർ നിർമ്മിക്കുന്നത്. അപ്പം അങ്ങനെ പാകിസ്ഥാന് വേണ്ടി നിർമ്മിക്കുന്ന ഈ ജെറ്റ് എഞ്ചിനകത്തിൽ റഷ്യയുടെ ഈ ജെറ്റ് എഞ്ചിനല്ല, ഫൈറ്റർ എയർക്രാഫ്റ്റിൽ അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റിൽ റഷ്യയുടെ ജെറ്റ് എഞ്ചിൻ എന്തുകൊണ്ട് ചൈന ഇത് ഉപയോഗിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പം ഇന്നത്തെ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മുടെ ഗ്ലോബൽ ഡിഫൻസ് ഇൻഡസ്ട്രി എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ലോകത്ത് ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉള്ളിൽ വരുന്ന കമ്പോണൻറ്റോ പാർട്ടോ ഒന്നും എല്ലാം ഒരു രാജ്യത്ത് തന്നെയല്ല നിർമ്മിക്കുന്നത്. ഇൻ്റർനാഷണൽ സപ്ലൈ ചെയിനിൽ ആണ് എല്ലാ രാജ്യങ്ങളും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യ തന്നെ ഒരു ആയുധം നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടി വരുന്ന അസംബിൾഡ് പാർട്സ്, ഇപ്പം നമ്മൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന തേജസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എഞ്ചിൻ ഒരു രാജ്യത്തു നിന്നായിരിക്കും, അതിനകത്തിലെ ഏവിയോണിക്സ് വേറൊരു രാജ്യത്തു നിന്നായിരിക്കും, അതിനകത്തിലെ ഇലക്ട്രോണിക്സ് വേറൊരു രാജ്യത്തു നിന്നായിരിക്കും, ഇല്ലേ? അതിൻ്റെ മറ്റുള്ള കമ്പോണൻസും പാർട്സും ഒക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്നായിരിക്കും നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നത്. ഈവൻ ചൈനയിൽ നിന്ന് പോലും ചിലപ്പോൾ നമ്മൾ ചില സെമി കണ്ടക്ടേഴ്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് പാർട്സോ ഒക്കെ തന്നെ നമ്മൾ പ്രൊക്യൂർ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളും പൂർണ്ണമായിട്ടും ആ രാജ്യത്തിൻ്റെ മാത്രം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഈ പ്രതിരോധ മേഖലയിലും ഇതേ ഒരു അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ JF-17 പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ 1990 ചൈനയും പാകിസ്ഥാനും തമ്മിൽ തുടങ്ങിയതാണ്, ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട്. അപ്പം അതിൻ്റെ ശരിക്കുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ചിലവ് കുറച്ച് കോസ്റ്റ് ഇഫക്റ്റീവായിട്ടുള്ള ഫൈറ്റർ ജെറ്റ് പാകിസ്ഥാന് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുക. കാരണം പാകിസ്ഥാന് വളരെ വില കൂടിയ ഫൈറ്റർ എയർക്രാഫ്റ്റുകളൊന്നും മേടിക്കാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് എത്രയും വില കുറഞ്ഞ അല്ലെങ്കിൽ കോസ്റ്റ് കുറച്ച് നിർമ്മിക്കാൻ സാധിക്കുന്ന ഫൈറ്റർ ജെറ്റ് എന്നൊരു പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് JF-17 പാകിസ്ഥാൻ നിർമ്മിച്ച് ചൈന നൽകിയത്. അപ്പോൾ അന്ന് അവർ റഷ്യയുടെ എഞ്ചിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള കൊളാബറേഷൻ അനുസരിച്ച് ഈ പറഞ്ഞ ചില കാര്യങ്ങൾ പാകിസ്ഥാനിലും ചില കാര്യങ്ങൾ ചൈനയിലും ഒക്കെ തന്നെയാണ് നിർമ്മിക്കുന്നത്. ചൈനയാണ് അതിനകത്തിലെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. കാരണം ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റം എല്ലാം ചൈനയാണ് നിർമ്മിക്കുന്നത്. പാകിസ്ഥാനിൽ അതിൻ്റെ എയർ ഫ്രെയിമും അതുപോലെ തന്നെ ഫൈനൽ അസംബ്ലിയും ഒക്കെ തന്നെ പാകിസ്ഥാനിൽ നടക്കുന്നത്. ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പോണൻസ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ഈ ഫൈറ്റർ ജെറ്റ് അവർ നിർമ്മിച്ചെടുക്കുന്നത്. യുണൈറ്റഡ് കിങ്ഡം, അതായത് UK നിന്ന് ഇജക്ഷൻ സിസ്റ്റം, റഡാർ ടെക്നോളജി ഇറ്റലിയിൽ നിന്ന്, അതുപോലെ തന്നെ ടർക്കിയിൽ നിന്നുള്ള ഈ അതിൻ്റെ ടാർഗറ്റിംഗ് പോഡ് എന്നൊക്കെ പറയുന്ന സംവിധാനം ടർക്കിയിൽ നിന്ന്, പിന്നെ റഷ്യയിൽ നിന്ന് ഇതിൻ്റെ എൻജിൻ. അപ്പോൾ ഈ എൻജിൻ റഷ്യയിൽ നിന്നാണ് ചൈന വാങ്ങിച്ച് അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയുമായിട്ടുള്ള ഒരുപക്ഷെ റഷ്യയുടെ ആ ഒരു ബന്ധം, അല്ലെ ഇന്ത്യ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ വെപ്പൺ സിസ്റ്റംസ് റഷ്യയിൽ നിന്നായതുകൊണ്ട് തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് പണിതരാനുള്ള ലക്ഷ്യത്തോടുകൂടി ആയിരിക്കാം ഒരുപക്ഷെ ഇങ്ങനൊരു ചുവടുവയ്പ് ചൈനയും പാകിസ്ഥാനും നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് MiG-29 എന്താ കണക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ JF-17 പ്രധാനപ്പെട്ട ഏത് ഫൈറ്ററിൻ്റെയും പ്രധാനപ്പെട്ട ഒരു സിസ്റ്റം അതിൻ്റെ എൻജിനാണ് ശരിക്കും പറഞ്ഞാൽ. ഈ റഷ്യയുടെ RD-93 ടർബോഫാൻ എൻജിനാണ് ഇതിനകത്തിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ സിംഗിൾ എൻജിൻ വേരിയൻ്റ് RD-33, അതായത് ഇന്ത്യയുടെ MiG-29 ഫൈറ്റേഴ്സിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എൻജിൻ്റെ അതിനോടൊക്കെ തുല്യമായിട്ടുള്ളൊരു എൻജിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഈ RD-93 ടർബോ ഫാൻ എഞ്ചിൻ, ഈ JF-17 ഉപയോഗിക്കുന്നത്. അതായത് RD-33, RD-93. RD-93 എന്ന് പറയുന്ന എഞ്ചിൻ, അത് പാകിസ്ഥാൻ ചൈന ഉപയോഗിക്കുന്ന എഞ്ചിൻ 18,000 മുതൽ 20,000 പൗണ്ട് ഓഫ് ത്രസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ടെക്നിക്കലി പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെ MiG-29 എൻജിൻ ഏകദേശം ഒരേ തരത്തിലുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ കൈവശവും റഷ്യയുടെ നിർമ്മിതമായിട്ടുള്ള എന്താണ് പറയുന്നത് വെപ്പൺസ് പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഡയറക്റ്റായിട്ട് പാകിസ്ഥാന് കൊടുത്തിട്ടില്ല എങ്കിൽ തന്നെയും പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള കൊളാബറേഷനിൽ കൂടെ നിർമ്മിക്കപ്പെട്ട ഈ പറഞ്ഞ ഫൈറ്റർ എയർക്രാഫ്റ്റിൽ റഷ്യ ചൈനയ്ക്ക് നൽകിയ എൻജിൻ ഉപയോഗിച്ചാണ് അത് പ്രവർത്തിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം എന്തുകൊണ്ട് ഈ JF-17 റഷ്യയുടെ എൻജിൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 90കളിലാണ് അവർ ഈ പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. 90കളിൽ നമുക്കറിയാം ചൈന ഇന്ന് കാണുന്ന ചൈന ഒന്നും അല്ലായിരുന്നു, അത്രയൊന്നും ചൈന ഡെവലപ്ഡ് ആയിട്ടില്ലായിരുന്നു സയൻസ് ആൻഡ് ടെക്നോളജിയിലൊക്കെ തന്നെ. അന്ന് ചൈനയ്ക്ക് ഒരു ഫൈറ്റർ ജെറ്റ് എൻജിൻ സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നിട്ട് തന്നെ അവർ ഈ ഒരു ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിന് വേണ്ടി അവർ മുതിർന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും റഷ്യയെ കണ്ടുകൊണ്ടായിരിക്കും റഷ്യയിൽ നിന്ന് ഈ പറഞ്ഞ എൻജിൻ ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ളൊരു ഫൈറ്റർ ജെറ്റ് എൻജിൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏതൊരു രാജ്യത്തെ സംബന്ധിച്ച് അത്ര ഈസി അല്ല. കാരണം ഇന്ത്യ തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് ഇപ്പോഴും നമ്മളതിനകത്തിൽ പൂർണ്ണമായിട്ടുള്ളൊരു വിജയം കൈവരിച്ചിട്ടില്ല. ഇപ്പോഴും ഇന്ത്യ പല രാജ്യങ്ങളെയും, അതായത് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഈവൻ റഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ അത് നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ടെക്നോളജിക്കലി വളരെ എന്താണ് പറയുന്നത്, സാങ്കേതികപരമായിട്ട് വളരെ വൈദഗ്ധ്യം വേണ്ട ഒരു മേഖലയാണ് ഇതിൻ്റെ ജെറ്റ് എൻജിൻ നിർമ്മിക്കുക എന്നുള്ളത്. അത് വളരെ കോംപ്ലക്സ് ആണ്, വളരെ സങ്കീർണമായിട്ടുള്ളതാണ്. വളരെ ചുരുക്കം രാജ്യങ്ങൾക്ക് മാത്രമേ അത് എന്താണ് പറയുന്നത് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്കൊന്നും 90കളിൽ ആ ഒരു മേഖലയിൽ പ്രാവീണ്യം നേടാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും റഷ്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ചൈന ഈ JF-17 വേണ്ടിയുള്ള ജെറ്റ് എൻജിൻ ലഭിക്കത്തക്ക രീതിയിലുള്ളൊരു പാർട്ട്ണർഷിപ്പ് അവരുണ്ടാക്കിയെടുത്തു. അതിൽ നിന്ന് ജെറ്റ് എൻജിൻ റഷ്യയിൽ നിന്ന് ലഭിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ, ചൈന, UK, ടർക്കി ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ സംഘടിപ്പിച്ചിട്ടാണ് ഈ JF-17 ഓപ്പറേഷനിലാക്കിയതും. ഇത്ര ചിലവ് കുറച്ചതിനെ പാകിസ്ഥാൻ എയർഫോഴ്സിന് അല്ലെങ്കിൽ പാകിസ്ഥാൻ മിലിറ്ററിക്ക് അത് അഫോർഡ് ചെയ്യത്തക്ക രീതിയിൽ റെഡി ടു ഫ്ലൈ, നമ്മളത് റെഡി ടു ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രോഡക്റ്റ്, ഫിനിഷ് പ്രോഡക്റ്റ് ആക്കി മാറ്റിയത്. റഷ്യ പാകിസ്ഥാന് നേരിട്ട് ഇത് കൊടുത്തിട്ടില്ല. അപ്പം ഇതിനകത്തുള്ള ഗ്ലോബൽ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പാകിസ്ഥാനും ചൈനയും ചൈനയുടെ എൻജിൻസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ്. പക്ഷെ ചൈനയ്ക്ക് പൂർണ്ണമായിട്ടും അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. വളരെ എഫിഷ്യൻ്റായിട്ടുള്ള വളരെ മെച്ചപ്പെട്ട ജെറ്റ് എൻജിൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ചൈനയ്ക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതവിടെ WS-13 അല്ലെങ്കിൽ WS-19 ഈ ഇനിയും അവർ ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന JF-17 യുദ്ധവിമാനങ്ങൾക്ക് റഷ്യയിൽ നിന്നുള്ള ജെറ്റ് എൻജിൻസിനെ ആശ്രയിക്കാതെ ചൈന നിർമ്മിക്കുന്ന ഈ പറഞ്ഞ WS-13 അല്ലെങ്കിൽ WS-19 ഒക്കെ തന്നെ അതിനകത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനകത്തിൽ ഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചൈനയുടെയും പാകിസ്ഥാൻ്റെ പ്ലാൻ. അപ്പം ഇത് ഭാവിയിലെ കാര്യമാണ്. പക്ഷേ ഇപ്പം JF-17 പാകിസ്ഥാൻ ചൈന ഉപയോഗിക്കുന്ന ജെറ്റ് എൻജിൻ ഇന്ത്യയുടെ MiG-29 ഫ്ലീറ്റ് അല്ലെങ്കിൽ MiG-29 യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കുന്ന അതേ ജെറ്റ് എൻജിൻ തന്നെയാണ്, റഷ്യയിൽ നിന്നുള്ള ജെറ്റ് എൻജിന് സമാനമായിട്ടുള്ള എൻജിൻ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത് റഷ്യ പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്നു എന്നുള്ള വാർത്ത ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് ഇതാണ്. റഷ്യയും ചൈനയും തമ്മിലുള്ള കൊളാബറേഷൻ വഴിയാണ് ഈ പറഞ്ഞ ജെറ്റ് എൻജിൻ്റെ എന്താണ് പറയുന്നത് ട്രാൻസ്ഫർ നടന്നിട്ടുള്ള, അതായത് റഷ്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ടുള്ള ഈ പറഞ്ഞ കൊടുക്കൽ വാങ്ങലുകൾ, പ്രതിരോധ മേഖലയിൽ കൊടുക്കൽ വാങ്ങലുകളൊന്നുമില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു ഹെഡേക്കാണ്. കാരണം റഷ്യ ഇന്ത്യ മിലിറ്ററി കോപ്പറേഷൻ വളരെ ആഴത്തിലുള്ളതാണ്, ടൈം ടെസ്റ്റഡ് ആണ്, ഇല്ലേ, വളരെ ഹിസ്റ്റോറിക്കലാണത്. അപ്പം അങ്ങനെയുള്ളൊരു തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ റഷ്യ പാകിസ്ഥാനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു കൊളാബറേഷനോ അല്ലെങ്കിൽ മിലിറ്ററി കോപ്പറേഷനോ ഒക്കെ ഉണ്ടാകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് സംശയം ജനിപ്പിക്കുന്നതാണ്, അതുപോലെ തന്നെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത് തീർച്ചയായിട്ടും റഷ്യ പാകിസ്ഥാൻ നേരിട്ട് കൊടുത്തതല്ല, റഷ്യയും ചൈനയും തമ്മിലുള്ള കൊളാബറേഷൻ വഴി നൽകപ്പെട്ടുള്ള ജെറ്റ് എഞ്ചിനാണ് പാകിസ്ഥാൻ ചൈന ഈ JF-17 എന്ന് പറയുന്ന ജെറ്റ് എഞ്ചിനകത്തിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള ഈ റഷ്യൻ നിർമ്മിത എഞ്ചിൻ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും നമുക്ക് തൽക്കാലം പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് ഇവിടെ നിർത്താം. അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ. ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.